ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഒരുപാട് ആൾക്കാർ യൂസ്ഡ് മാർക്കറ്റിൽ വണ്ടി എടുക്കുന്ന ആളുകളുണ്ട്. ഏതൊരു വണ്ടി നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് യോജിക്കുന്ന വണ്ടി ഏതായിരിക്കും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ തൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവനൂർ. വണ്ടികൾ എന്ന് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂ BS6 വരാൻ പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ 2019-20 ശേഷമുള്ള വണ്ടികളെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഫിനാൻസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല വണ്ടി ഏതാണെന്നേക്ക് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ BS6 2019 BS6 വണ്ടികൾ. BS6 വണ്ടി ഇപ്പോഴത്തെ ഒരു BS6 വണ്ടിയാണ്. ഇത് BS6 സ്റ്റാൻഡേർഡ് വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു റെട്രോ സ്റ്റൈൽ കംപ്ലീറ്റ് ടാങ്കില് ലൈൻ വരുന്നുണ്ട്. ഈ ടാങ്കിന് ലൈനുള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് എല്ലാവരും സെലക്ട് ചെയ്യാനുള്ള കാരണം ഒന്ന് ഇതിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. BS6 ആയതിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ABS സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ നോക്കേണ്ടത് നിങ്ങൾക്ക് കാലിന് മുട്ടിന് വേദനയോ അല്ലെങ്കിൽ ജോയിന്റ് പെയിനോ അല്ല വരാനുള്ള സാധ്യത ഉള്ള ആളുകളാണ് കയ്യിൽ നിന്ന് സ്റ്റാൻഡേർഡ് വണ്ടി എടുക്കാതെക്കാന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു BS6 കാറ്റഗറിയിലൊക്കെ വണ്ടിയാണ് ഞാൻ പറയുന്നത്. BS6 കാറ്റഗറിയിൽ വണ്ടി ആവുമ്പോൾ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വേണം, ഡിസ്ക് ബ്രേക്കും വേണം. ഡിസ്ക് ബ്രേക്ക് ബ്രേക്കിങ്ങിന്റെ കാര്യം ഒന്ന് പോട്ടെ, സെൽഫ് സ്റ്റാർട്ട് വേണം. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും ട്രാഫിക്കിലൊക്കെ പെട്ടെന്ന് നിന്ന് പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൺജസ്റ്റഡ് ഏരിയ ഓഫായി പോലെ സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സെൽഫ് സ്റ്റാർട്ട് വേണം വണ്ടിക്ക്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയാണ് ES പറഞ്ഞത്, ഇലക്ട്രിക് സ്റ്റാർട്ടുള്ള വണ്ടി XES വരുന്നത്. അതിന് ടാങ്കിന് ലൈൻ ഉണ്ടാവില്ല. ഈ ടാങ്കിന് ലൈൻ ഉണ്ടാവില്ല എന്നുള്ള ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. അത് സെൽഫ് സ്റ്റാർട്ട് ഉണ്ടാവും. അത് ഈ ഒരു ലൈൻ വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെന്ന് പിന്നെ വണ്ടി എടുത്തിട്ട് ലൈൻ ചെയ്യായിരിക്കും നന്നാവുക. ലൈൻ ചെയ്തിട്ട് പെയിന്റ് റീകോട്ട് ചെയ്തിട്ട് ഉപയോഗിക്കും. ഈ ടാങ്ക് തന്നെ വേണമെന്നുള്ളവർക്ക്. അതല്ല എങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്നും ആ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി തന്നെ എടുക്കുക. വേറെ യാതൊരു പ്രശ്നങ്ങളും ആ വണ്ടിക്കില്ല. കാരണം സെയിം ക്രാങ്ക് സെയിം പെർഫോമൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ഒരിക്കലും സെൽഫ് സ്റ്റാർട്ട് ഉണ്ട് എന്ന് കരുതിയിട്ട് അതിന് ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടിയോ അതല്ലെങ്കിൽ ലോ ആൻഡ് ടോർക്ക് കുറഞ്ഞ വണ്ടിയോ ഒന്നുമല്ല. ഈ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ അതേ പെർഫോമൻസ് തന്നെ ES-ഉം KS-ഉം കിട്ടും. കാരണം KS കയ്യിൽ നിന്ന് ഒഴിവാക്കട്ടെ. കിക്ക് തന്നെ കൊണ്ടുനടക്കുന്ന ആഗ്രഹമുള്ള ആരോഗ്യമുള്ള ആൾക്കാർ കിക്ക് ചെയ്ത് കൊണ്ടുനടക്കാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വണ്ടി നിങ്ങൾക്ക് ES ആയിരിക്കും, ഇലക്ട്രിക് സ്റ്റാർട്ടുള്ള വണ്ടി ആയിരിക്കും BS6 പോകുമ്പോൾ. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ BS3 ആണ് സ്റ്റാൻഡേർഡ് വേണമെന്നുണ്ടെങ്കിൽ BS3 സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ടും ഇല്ല, ഡിസ്ക് ബ്രേക്കും ഇല്ല. ഈ രണ്ടും ഇല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി മെയിൻ്റെനൻസ് കുറവായിരിക്കും BS3 വണ്ടികൾക്ക്. കാരണം പാർട്സിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെലവ് കുറവാണ്. പക്ഷേ ഈ പിന്നെ BS6 ആണ് സമയത്ത് ഒരു സെൻസർ കാര്യങ്ങൾ ECM ഒക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു കെയറിങ് ഒരു വണ്ടി കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിയും സെൻസറുള്ള വണ്ടികളാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കംഫർട്ടായിട്ട് ഓടിക്കുന്ന വണ്ടി BS6 സ്റ്റാൻഡേർഡ് ES തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ BS3 പോവാം. ഇത് BS3 വണ്ടിയാണ് വരുന്നത്. BS3 പോകുന്ന സമയത്തും കുഴപ്പമൊന്നുമില്ല. BS3 കിക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷേ ലോ ആൻഡ് ടോർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വണ്ടി BS3 സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതായത് സ്ലോ സ്പീഡിൽ ഗിയർ അടിക്കടി മാറ്റേണ്ട ആവശ്യമില്ലാത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ BS3 സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് മാത്രമേ ഏറ്റവും കൂടുതൽ ടോർക്ക് കിട്ടുള്ളൂ. പിന്നെ ക്ലാസിക്കിലേക്ക് വരുമ്പം ക്ലാസിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് വണ്ടികളും എടുത്തു കഴിഞ്ഞാലും സെയിം എഫക്റ്റ് ആണ്. ഇപ്പോൾ BS3 ആണെങ്കിൽ BS6 ആകുമ്പോൾ കുറച്ച് പെർഫോമൻസ് സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ BS3 ആണെങ്കിൽ BS4 ആണ് എന്നുണ്ടെങ്കിൽ ഏതൊരു വണ്ടിയാണ് BS4 ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടെ കാർബറേറ്ററിന് കുറച്ച് വില കൂടുതലുണ്ട്. പിന്നെ സൈലൻസറിന് 1000 രൂപ കൂടുതലുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ BS4 ആണെങ്കിൽ BS3 ആണെങ്കിലും നല്ല വണ്ടി തന്നെയാണ്. BS3 എടുക്കുമ്പോൾ എന്താ വെച്ചാൽ സെൽഫൊക്കെ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് BS3 വണ്ടിയൊക്കെ ഏറ്റവും നന്നാണ്. ചെലവ് കുറഞ്ഞ് സെൽഫ് ആഡ് ചെയ്യണമെങ്കിൽ BS3 വണ്ടി തന്നെ എടുക്കട്ടെ. അതായത് ചെലവ് കുറഞ്ഞ് സെൽഫ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ BS3 സ്റ്റാൻഡേർഡ് എടുക്കുക. ക്ലാസിക് ഏതൊരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും സെയിം പെർഫോമൻസ് ആണ്, സെയിം ടോർക്കാണ് കിട്ടുക. പിന്നെ BS6 ആകുമ്പോൾ കുറച്ചുകൂടി ഒരു റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് റൈഡിങ് ഉണ്ടാവും. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി എല്ലാം തന്നെ ഒരു സ്മൂത്ത് റൈഡിങ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ BS3 പിന്നെ രണ്ടാമത് പോകുന്നത് ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏതിനാണ് വണ്ടി എന്ന് നോക്കുക. നിങ്ങൾ വണ്ടിയുടെ ഉപയോഗം ഏതാന്ന് നോക്കുക. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ലോങ് ആയിട്ട് ഓടാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ലോങ് റൂട്ടാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല വണ്ടി പഴയമുള്ള തണ്ടർബേർഡ് അല്ല തണ്ടർബേർഡ് X ഈ ഒരു കാറ്റഗറി വരുന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ന്യൂസ്റ്റ് ജനറേഷൻ വണ്ടി എന്ന് പറഞ്ഞാൽ തണ്ടർബേർഡിന്റെ മെറ്റിയോർ ആണ്. ഇതാണ് പറഞ്ഞ മെറ്റിയോർ വണ്ടി. ഇത് റിസ്റ്റോറേഷൻ നടന്നുകൊടുക്കുന്ന വണ്ടിയാണ്. ഈ മെറ്റിയോർ എന്ന് പറഞ്ഞ വണ്ടി ഇത് കളർ ഇതല്ലായിരുന്നു, ഇത് ബ്ലാക്ക് ആയിരുന്നു വണ്ടി. ഇത് ഈ കളറിലേക്ക് ചേഞ്ച് ചെയ്താണ്. മെറ്റിയോർ എന്ന് പറഞ്ഞ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലോങ് റൈഡിന് പറ്റിയ വണ്ടിയാണ് BS6 അതായത് J സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിൻ നോക്കുക. J സീരീസ് പ്ലാറ്റ്ഫോം പറഞ്ഞ പുതിയ ലേറ്റസ്റ്റ് എഞ്ചിനാണ്, ടൈം എഞ്ചിനുള്ള വണ്ടിയാണ്.
അപ്പൊ ഈ ഒരു വണ്ടി എടുക്കുന്ന ലോങ് റൈഡിന് അടിപൊളി വണ്ടിയാണ്. തണ്ടർബേർഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് ആഗ്രഹിക്കുന്ന ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വണ്ടി, നിങ്ങൾക്ക് ലോങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോങ് റൈഡിന് പറ്റിയ വണ്ടി, ഏറ്റവും പില്ലൻ റൈഡ് ആണെങ്കിലും പിന്നെ നമ്മള് ഡ്രൈവർ സീറ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് മെറ്റിയോർ. പിന്നെ BS6 വരുന്ന ക്ലാസിക് ആണ് വണ്ടി. ഇതും ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന വണ്ടി തന്നെയാണ്. വല്ലാതെ പ്രശ്നങ്ങളൊന്നും വല്ലാതെ കംപ്ലൈൻസ് ഒന്നും ഇല്ല. പക്ഷേ BS6 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോ ആൻഡ് ടോർക്കാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ES എടുക്കുക. അതല്ല കുറച്ചുകൂടി ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂടിയ വണ്ടി ക്ലാസിക് ആണ്. ഈ ക്ലാസിക്കിന്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ പില്യൻ സീറ്റ് വലിയൊരു റൈഡിങ് കംഫർട്ട് ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. ലോങ് റൈഡിന് സ്റ്റാൻഡേർഡിന് അത്ര തന്നെ ഒരു നല്ല വണ്ടി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏതായാലും നിങ്ങൾ ആ വണ്ടി ഒന്ന് നോക്കിയിട്ട് ഓടിച്ച് നോക്കിയിട്ട് തീരുമാനം എടുക്കുക കേട്ടോ. ഇതൊക്കെ BS3 സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തണ്ടർബേർഡ് 500 ആണ്. തണ്ടർബേർഡ് 500 എന്ന് പറഞ്ഞാൽ ലോങ് റൈഡിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. മൈലേജ് കൺസിഡർ ചെയ്യാത്ത ആളുകൾക്ക് തണ്ടർബേർഡ് 500 അടിപൊളി വണ്ടിയാണ്. അതായത് അതിന്റെ മെറ്റിയോറിന്റെ അതിന് തൊട്ട് മുന്നുള്ള ഒരു വണ്ടിയാണ്. തണ്ടർബേർഡ് തന്നെയാണ് മെറ്റിയോറിലേക്ക് മാറിയിട്ടുള്ളത്. തണ്ടർബേർഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 500 ഉണ്ട്, ക്ലാസിക് 500 വരുന്നുണ്ട്. ക്ലാസിക് 500ഉം അത് ഒരു നല്ല പെർഫോമൻസ് വണ്ടി തന്നെയാണ്. പക്ഷേ 500 എടുക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ വല്ലാതെ ഒരു ഹൈ സ്പീഡ് 100% പിടിച്ച് പോകാൻ നിൽക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ ഓവർടേക്കിന് മാത്രം അതിന്റെ ഒരു പവർ യൂസ് ചെയ്യാം. അങ്ങനെയാണെന്ന് വല്ലാതെ പണിയൊന്നും തരാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയ വണ്ടിയാണ്. ആ ടോർക്ക് ആസ്വദിച്ച് പോകാൻ മാത്രമേ നമ്മൾ 500 ഉപയോഗിക്കാവൂ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതായത് അത്യാവശ്യ ഘട്ടം ഓവർടേക്കിന് പവർ ഉപയോഗിക്കാല്ല. ഫുള്ളായിട്ട് 100% പിടിച്ചിട്ട് ഇങ്ങനെ ടോട്ടൽ ഒഴിവാക്കി പിടിക്കുമ്പോൾ ക്രാങ്കിന്റെ നോയ്സ് അതിന് വരുന്നുണ്ട്. ക്രാങ്കിന്റെ സൗണ്ട് വല്ലാതെ വരുന്ന ഒരു വണ്ടിയാണ് 500. അതും ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്, അതും ശ്രദ്ധിക്കുക. അത് ടോർക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. 60, 80, 90 സ്പീഡിലൊക്കെ, മാക്സിമം 90 സ്പീഡിലൊക്കെ പോയിട്ട് ആ ഒരു സ്പീഡിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക 500 എടുക്കുന്ന ആളുകൾ. പിന്നെ ഇതാണ് ഈ ഒരു വാഹനങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഞാനിപ്പോൾ പറയാനുള്ള കാര്യം, ഏതൊരു വണ്ടിയാണെങ്കിൽ മെയിൻ്റെനൻസ് ഏറ്റവും കൂടുതൽ വരുന്ന അടുത്ത ചോദ്യം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ UC കാറ്റഗറി ഏറ്റവും മെയിൻ്റെനൻസ് വരുന്ന വണ്ടി, അങ്ങനെ ഒരു വണ്ടിയൊന്നും ഇല്ല. മെയിൻ്റെനൻസ് ഏറ്റവും കൂടുതൽ വരുന്ന വണ്ടി, ഏറ്റവും കുറഞ്ഞ വണ്ടി വരുന്ന BS6 മെയിൻ്റെനൻസ് വരുന്നുണ്ട് എന്നുള്ള ഓക്കെയാണ്. BS6 മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് കൂടുതൽ മെയിൻ്റെനൻസ് വരുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ കയറ്റും. അവർക്ക് ഇത് വർക്ക് അറിയില്ല എന്ന് അറിയില്ല. കാരണം BS6 വണ്ടി എടുക്കുന്ന മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് BS6 സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് എടുത്ത് ട്രെയിനിങ് കിട്ടി ഏതെങ്കിലും മെക്കാനിക്സിന്റെ മാത്രം അവരെ കൊണ്ടുപോയി വർക്ക് എടുപ്പിക്കുക. അതല്ല ചെറിയ ബ്രേക്ക് ഷൂ അങ്ങനത്തെ കാര്യങ്ങൾ, ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ടോ സെൻസറുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അറിവില്ലാത്ത വർക്ക്ഷോപ്പിലേക്ക്, അതായത് ട്രെയിൻഡ് അല്ലാത്ത വർക്ക്ഷോപ്പിലേക്ക് BS6 വണ്ടികൾ, J-Series വണ്ടികൾ കഴിയുന്നതും കയറ്റാതിരിക്കാന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ രീതിയിലാണ് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. BS6 വണ്ടി കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഈ J-Series വണ്ടി കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ ആകെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വാൽവ് ക്ലിയറൻസ് ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പം എല്ലാ സർവീസിനും വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റിന്റെ ആവശ്യമുണ്ട്. UC വണ്ടിക്ക് ആ ഒരു പ്രശ്നം കിടക്കുന്നേ ഇല്ല. വാൽവ് ഓട്ടോമാറ്റിക് ടാപ്പറ്റാണ്, ടൈമിംഗ് ചെയിൻ വരാത്തത് കൊണ്ട് UC വണ്ടിക്ക് ഒരു വാൽവ് ക്ലിയറൻസ് ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെന്റ് വിഷയമല്ല. അതായത് ലോങ് ഓടാൻ പറ്റിയ വണ്ടിന്റെ അഭിപ്രായത്തിൽ UC വണ്ടി തന്നെ ആയിരിക്കും. J-Series അല്ല എന്ന് പറയുന്നില്ല. J-Seriesന് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്, ടൈമിംഗ് ചെയിൻ വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു വണ്ടിയിൽ ക്ലാസിക് ആയാലും സ്റ്റാൻഡേർഡ് ആയാലും ക്ലാസിക്കിന് സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. അതൊരു അധിക ചെലവാണ്. അധിക ചെലവ് ഉണ്ടെങ്കിലും കൂടെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് സെൽഫ് സ്റ്റാർട്ട് കാല് വേദനിപ്പിക്കാതെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്തു പോകാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഒരു കാര്യം മാത്രമേ ക്ലാസിക്കിന് ഓവറായിട്ട് ഒരു എക്സ്പെൻസ് വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ BS3 ആണെങ്കിലും BS4 ആണെങ്കിലും പിന്നെ BS6 ആണെങ്കിലും, BS6 പറഞ്ഞ സെൻസർ ECM കാറ്റഗറിയൊക്കെ പോയി. BS3ലും BS4ലും ഏതൊരു വണ്ടി സ്റ്റാൻഡേർഡും ക്ലാസിക്കും തണ്ടർബേർഡും ഏതൊരു വണ്ടിക്ക് അമിതമായിട്ടൊരു മെയിൻ്റനൻസ് ഒന്നുമില്ല. എല്ലാം ഏകദേശം ഈക്വൽ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.